സോ ഹലോ ഗായ്സ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോക്ക് തേനി ഈ ബുൾജറ്റ് ആർമില്ലേന് കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനേക്കാളും കൂടുതൽ കമൻറ്റ് വരാം നീ കേരളം കത്തിക്കാൻ നടന്നവനല്ലേ. അപ്പോൾ ജസ്റ്റ് ആക്ക് ഫൺ. ഓക്കെ, പക്ഷേ ഞാൻ ഈ ബുൾജറ്റിനെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. ഓക്കെ, എൻ്റെ ഏറ്റവും കൂടുതൽ ഈ ബുൾജറ്റിനെ കുറിച്ച് ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഇട്ടൊരു വീഡിയോ ഉണ്ട്. 2 ലക്ഷം അത്ര വ്യൂ ഉണ്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ബുൾജറ്റിനെ കളിയാക്കിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അവരെ താത്തി പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ അവിടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. മനുഷ്യന്മാരല്ലേ, അതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ സീക്രട്ട് ഏജൻറ്റ് കുറച്ച് യൂട്യൂബർമാരൊക്കെ ഈ പൊളിച്ച് പാൽക്കുപ്പികൾ കേരളം കത്തിക്കാൻ നടന്നവർ, പിന്നെ മറ്റെന്താ പറയുക, ആർമി. ഞാൻ പറയട്ടെ, ഞാനൊരു ഡോക്ടർ ആർമിയോ അല്ലെങ്കിൽ പട്ടാളക്കാരൻ, ഞാനങ്ങനെ ഒരാളെ ആർമിയോ അല്ലെങ്കിൽ അയാൾ ചെയ്ത നന്മ കാര്യങ്ങൾ മാത്രം വന്ന് ചാനൽ വീഡിയോ ചെയ്യുക അങ്ങനത്തെ ഒരാളല്ലോ. ഓക്കെ, പക്ഷേ ഇന്നത്തെ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നി. കാരണം ഈ ബുൾജറ്റ് എന്ന് പറയുന്നൊരു ബ്രാൻഡായി മാറി. ഓക്കെ, അവർ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, സെല്ലറബിൾ ഉണ്ടാക്കി, പിന്നെ ഒരു മാട്രിമോണി ഉണ്ടാക്കി, പിന്നെ യൂട്യൂബ് ചാനൽ വലുതായി, പിന്നെ ഫേസ്ബുക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അവർ സ്വന്തമായിട്ട് സിനിമ വരെ ക്രിയേറ്റ് എല്ലാ ലെവലിലോട്ട്, അത്രയും ഹ്യൂജ് ലെവലിലോട്ട് ഒരു ബ്രാൻഡാണ് ഈ ബുൾജറ്റിന് പറയുന്നത്. ഓക്കെ, എബിനും ലിബിനും അല്ലെങ്കിൽ ഈ ബുൾജറ്റിന് പറയുന്നതിൻ്റെ ഒരു ബ്രാൻഡ് മതി മാറിയ അവസ്ഥയാണ്. സോ ഇത്രയും വലിയ കോമ്പറ്റിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വന്ന പ്രശ്നം എന്താ അറിയും? ഇപ്പോഴല്ല, കുറച്ച് മുമ്പേ വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കാര്യത്തിലോട്ടേ കടക്കുക. ഞങ്ങൾക്ക് സൈഡിലൊരു വീഡിയോ ഇട്ടരാം. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ 7-8 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, ഇത്രയും ദിവസം എന്താണ് വീഡിയോ ഇടാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ലിബിനും കൂടെ വണ്ടിയുടെ ബുക്കും പേപ്പറും ശരിയാക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. ഏതാണ്ട് കുറച്ച് ദിവസം എടുത്ത് അതിന്റെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ. അത് നമ്മുടെ RCയും കാര്യങ്ങളൊക്കെ റെഡിയായി. അതുകൂടാതെ നമ്മുടെ വണ്ടിയുടെ പെയിന്റ് അടിക്കാനുള്ള പേപ്പറും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടി. അതായത് ആദ്യം ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ആയി കിട്ടി. പിന്നെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു കടാരമായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിന്റെ ഒരു കടമ്പന്നല്ലേ, കടാരമല്ലല്ലോ, കടമ്പ ആ ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അതിനാണ് നമുക്ക് സമയം, ആ സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കി. നമ്മുടെ വണ്ടിക്ക് 2 പെയിന്റ് അടിക്കാനുള്ള ഇത് അപ്രൂവൽ കിട്ടി. അതായത് മെറ്റാലിക് ബ്ലാക്കും പിന്നെ നിയോ ഗ്രീനും. ഗൈസ് നോക്കൂ, ആ കാണുന്ന 2 നിറം അടിക്കാനുള്ള അപ്രൂവലും കാര്യം ഞങ്ങൾക്ക് കിട്ടി. അതായത് ഇരിട്ടി സബ് RTO എന്നാണ് നമുക്ക് കിട്ടിയത്. ഞാനും ലിബിനും കൂടെ അവിടെ ചെന്നു. ഞങ്ങൾ കൊടുത്ത് റെമീസും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എഴുതി അറിയത്തില്ലോ. അപ്പൊ റെമീസ് അപേക്ഷയും കാര്യങ്ങളൊക്കെ എഴുതി കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും 640 രൂപ ഫീസും കിട്ടി. അതായത് നമുക്ക് 1 മിനിറ്റ് ഈ വീഡിയോ ആ ഒരു വീഡിയോ കാണുന്നത് വിശ്വസിക്കുന്നു. ഇത് കഴിഞ്ഞ വീഡിയോക്ക് മുമ്പിലെ വീഡിയോയുടെ ഇൻട്രോ ആണ്. ഓക്കെ, ഇൻട്രോ എന്തായാലും കുഴപ്പമില്ല, ഇൻട്രോ നല്ല കുഴപ്പം. ഈ ഇൻട്രോ സ്ഥിരമായിട്ട് ഇൻട്രോ ആണ്. പക്ഷേ ഈ ഇൻട്രോ ആയിട്ട് അവരൊരു വാക്ക് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എഴുതാനും വായിക്കാൻ അറിയത്തില്ല, ഞങ്ങൾ അതുകൊണ്ട് ഒരാളെ കൊണ്ട് ആളെല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഓക്കെ, ഈ ബുൾജറ്റിനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എഴുതാനും വായിക്കാൻ അറിയത്തില്ല. ഇതാണ് ഒരുപാട് പേര് ഇപ്പോൾ വലിയൊരു പ്രശ്നമാക്കി. എഴുതാനും ഞാൻ പറട്ടെ, എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട്, നീ പോയി വല്ല 4 അക്ഷരം പഠിക്കുക, 4 അക്ഷരം മാത്രമുള്ള ഈ ലോകത്തിൽ എത്ര അക്ഷരം ഉണ്ട് അതൊക്കെ പോയി പഠിച്ചണ്ടേ. അപ്പോൾ എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട്, ഈ പോയി 4 അക്ഷരം പാടാക്കെ വരാറുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ പ്രായത്തിൻ്റെതായിരിക്കും. പക്ഷേ ഈ ബുൾജറ്റ് പറഞ്ഞ വ്യക്തി 4 അക്ഷരം പഠിച്ചാതെ എഴുതാനും വായിച്ചെന്ന് അറിയാതെ ഇത്ര വലിയൊരു ബ്രാൻഡായി മാറിയിരിക്കണമെങ്കിൽ, ഹെയ്റ്റേഴ്സ് കേൾക്കണം, ഇത്ര വലിയൊരു ബ്രാൻഡായി മാറിയിരിക്കണമെങ്കിൽ അവർ എഴുതാനും വായിച്ചാൽ അറിഞ്ഞാൽ ഏത് ലെവലിലോട്ട് എത്തുന്ന നമുക്ക് അറിയാം. നിങ്ങൾക്കിപ്പോൾ കളിയാക്കാൻ ആദ്യം MVDൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കുറച്ച് തോനെ കളിയാക്കി. MVDൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം അവരെ കളിയാക്കി. കേരളം കത്തിക്കാൻ നടന്നവർ അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ വല്ല പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ പുതിയ ഉണ്ടായ പ്രശ്നമാണ് ഇത്ര, അവർക്ക് എഴുതാനും വായിച്ചാൽ അറിയില്ല. അത് അവരെന്നെ പറയുന്നുണ്ട്, അവരത് മറച്ചിക്കണില്ല. അവരെ വീട്ടിൽ പറഞ്ഞേക്ക് ഏതായാലും വായിച്ചാൽ അവർ ചിരിച്ചാൽ അത് അങ്ങനെ സീൽ കൊടുക്കണം വിട്ടു. ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അവരെ ഹേറ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കണ്ടേ. ഇപ്പോൾ അവർ കണ്ടുപിടിച്ചിട്ട് പുതിയ കാര്യം, അവർക്ക് എഴുതാനും വായിക്കാൻ അറിയത്തില്ല. അത് അവരെന്നെ പറയണ്ടല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞിരുന്നേ നമുക്ക്, അവരിതിന് മുമ്പ് ഒരുപാട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. എന്നോട് പറയുകയാണെങ്കിൽ ഓക്കെ, ചിലപ്പോൾ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വീട് ചെയ്യണമെങ്കിൽ അസൂയായിരിക്കും, അതൊക്കെ അറിയാം ആരൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും എന്നോട് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു മൈൻഡിലെടുക്കുന്നത്. പക്ഷേ ഈ ബുള്ളറ്റ് എന്ന വ്യക്തി ഇത്രയും വല്ല അവർ എബിനും ലിബിനും ഇത്രയും വല്ല ബ്രാൻഡായി ഇത്ര വല്ല ഉയർച്ചയിലെത്തിയിട്ട് അവരോട് പറയാം പോയി 4 അക്ഷരം പഠിക്കണേ. എന്താ എടാ, അവർ പഠിക്കാതെ 4 അക്ഷരം എഴുതാം. ചിലപ്പോൾ അവരുടെ സാഹചര്യം, ആ ഒരു ചെറുപ്പത്തിൽ അവരുടെ സാഹചര്യം അങ്ങനെ അല്ലെങ്കിലും അവർക്ക് ആ സാഹചര്യത്തിൽ അവർക്കത് വായിച്ചാൽ എഴുതാൻ സ്കൂളിൽ പോകാൻ നല്ല അവസരം ഉണ്ടായിട്ടില്ല. അവർ പല വീട്ടിൽ എടുത്തെടുത്ത് പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ പോകാൻ നല്ല അവസരം ഉണ്ടായിട്ടില്ല, ഇതാണ് ചെറുപ്പത്തിൽ പണിക്കിറങ്ങിയത്. എന്നാലും അവർ ഇത്രയും വലിയ ഇതിലോട്ടെത്തി, നിലയിലോട്ടെത്തി. ഈ ബുള്ളറ്റിൻ്റെ പറഞ്ഞാൽ കേരളത്തിൽ ആരെങ്കിലുണ്ടോ ആലോചിക്കണം. ഈ കണ്ട ഈ മെയിൻ സ്ട്രീം ചാനൽസ് മൊത്തം ഒരു കാലത്ത് അവരുടെ ബാക്കിൽ ഇനി ലിബിൻ്റെ ബാക്കിൽ അത്രയും വലിയൊരു സ്ഥാനത്തെത്തി അവരിനി ഇതിനെ വായിച്ചാൽ മതി. പക്ഷെ അവർക്ക് പഠിക്കണതിൻ്റെ പ്രായമൊന്നുമില്ല. പക്ഷേ ഇത് വെച്ചവരെ നിങ്ങൾ കളിയാക്കി ഇട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചാൽ പോകുന്ന അറിയത്തില്ല. അവർ വളരെ ഉള്ളൂ.
നിങ്ങൾക്ക് അവരെ കളിയാക്കാൻ കിട്ടിയ അവസരമുള്ള ഈ എഴുത്തും വായനയൊക്കെ പറയണത് അത് അവരെന്നെ പറയുന്നുണ്ട്, അവരെ കളിയൊക്കെ അവരെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിയില്ല. എന്താ വെച്ചാൽ ഞാൻ നീലബുള്ളറ്റിൻ്റെ ആർമിയാണെന്നും പറയുന്നത്, പക്ഷേ അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പറയണമെങ്കിൽ പറയട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു വിശ്വസിക്കുന്നു.